ഹലോ ഗായ്സ്, മീഷോ നമ്മളിപ്പം ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒക്കെ ഇല്ലേ വാങ്ങാറ്. എന്നാൽ വെറൈറ്റി ആയിട്ട് ഒരു പ്രൊഡക്റ്റ് നോക്കിയാലോ? എന്നാൽ പിന്നെ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആവാം. നമുക്ക് ഇതിന് വേണമെങ്കിൽ ഒരു മിനി വാൾഡ്രോബെന്നോ അല്ലെങ്കിൽ ഒരു മിനി ഓർഗനൈസർ അല്ലെങ്കിൽ ഒരു ഷെൽഫോ അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഒരു വുഡിൻ്റെ തീമിലാണ് ഇതുണ്ടാക്കിയത്. സംഭവം പ്ലാസ്റ്റിക്കാണ്. എന്നാൽ പിന്നെ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ? വാ. അപ്പോൾ ഇതാ ഞാൻ പർച്ചേസ് ചെയ്തിട്ട് ഒരു 2-3-4 ദിവസത്തിനുള്ളിൽ വീട്ടിൽ വന്നിട്ടുണ്ട്. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാ തുറക്കുമ്പോൾ തന്നെ ഇതാ അവരത് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ഇതാ ബ്രൗൺ ഉള്ളതാണ് അതിൻ്റെ ആ ബോക്സ് പോലത്തെ. പിന്നെ ഇത് ഈ കാണുന്നത് അത് നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഓരോരോ ബോർഡേഴ്സാണ്. അത് നമുക്കിത് പെട്ടിയിൽ നിന്ന് പുറത്തെടുക്കാം. ഞാനിതൊരു കയ്യിൽ ഫോൺ പിടിച്ച് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അതെനിക്ക് ഒറ്റ കൈ കൊണ്ട് എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത്. ഇതപ്പം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ട് അതിൻ്റെ ആ ഒരു കവറിൽ അവർ അതിൻ്റെ വേറെ എന്തോ ഒരു പാർട്സ് വെച്ചിട്ടുണ്ട്. ഇതേ ഒരു കളർ ഷെയ്ഡിലുള്ളൊരു പാർട്സാണ്. നമുക്കത് എന്താണെന്ന് നമുക്ക് വഴിയേ നോക്കാം. അപ്പം ഞാനത് ഓരോന്ന് എടുത്ത് നോക്കുകയാണ്, ഇതെന്താ സംഭവം നോക്കുക. അപ്പം നമുക്കിത് ഇനി ജോയിൻ ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ അത്യാവശ്യം സ്പേസൊക്കെ ഉള്ളൊരു ബോക്സാണ്. അപ്പം നമുക്ക് ഡ്രസ്സൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു 6-7 ഡ്രസ്സൊക്കെ മടക്കി വെച്ചാൽ ഒപ്പിക്കാവുന്ന ഒരു സ്പേസൊക്കെ ഉണ്ട്. അത് നമുക്കതിൻ്റെ കാലുകൾ ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ഇതാണ് പ്രൊഡക്റ്റ്. ഈ ഈ ഒരു അതിൻ്റെ ഒരു ലെഗ് പോലത്തെയും പിന്നെ ഇത് അറ്റാച്ച് ചെയ്യുന്ന ബോക്സ്, ബോർഡർ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് നോക്കിയാൽ സംഭവം ഏകദേശം ഒന്ന് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇത് ഈ മേലെ കാണുന്നത് എനിക്ക് തോന്നുന്നു ടോപ്പ് പോർഷനാണെന്ന്. കാരണം നമ്മൾ ആ ഫോട്ടോയിൽ കാണിച്ചപ്പോൾ മേലെ ഒരു സ്പേസ് പോലെ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഓരോ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്പേസ് പോലെ തോന്നി. ആ സ്പേസാണെന്ന് തോന്നുന്നു. ആ കണ്ട ഒരു ട്രേ പോലത്തത്, അതാ കണ്ട ഒരു ട്രേ പോലെ ഫീൽ ചെയ്യുന്നൊരു സംഭവമാണ്. അത് മേലെ വെക്കുന്നതായിരിക്കും. പിന്നെ ഇതൊക്കെ കണ്ട ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഓരോ ബോർഡേഴ്സാണ്. ഇത് മിക്കവാറും അതിൻ്റെ ഓരോ എന്താ പറയുക കാലുകൾ അല്ലെങ്കിൽ ഒന്നിൻ്റെ മേലെ ഒന്ന് വെക്കുന്ന ഓരോ സ്പേസ് വെക്കുന്ന ഒരു സ്പേസർ പോലത്തെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഓരോ ബണ്ടിലിൽ 4 എണ്ണം വീതമുണ്ട്. അപ്പോൾ 4 കാല് എന്നുപോലെ നമുക്ക് സങ്കല്പിക്കാം. 4 എണ്ണമാണ് ഒരു ബണ്ടിൽ. അവരത് റബ്ബർ ബാൻഡ് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ബോർഡർ ടൈപ്പിൽ ഫിറ്റ് ചെയ്യുന്നതായിരിക്കും ആ കാല്. ഇതാ ഒരു 4 ഹോൾസ് കാണുന്നില്ലേ? അപ്പോൾ അതിന് മാച്ച് ചെയ്തിട്ടാണ് ഈ 4 അറ്റാച്ച്മെൻറ്റ്സ് വന്നിരിക്കുന്നത്. ഞാൻ ഓരോന്നെടുത്ത് കാണിക്കാം. ഇതാ കണ്ടോ, ഇതിൻ്റെ ആ ഒരു ഇതിൽ സ്യൂട്ടാവുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിത് ഓരോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഓരോന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചാൽ ബോക്സ് അതിൻ്റെ മേലെ വെച്ചാൽ സംഭവം റെഡിയാവും. നമുക്ക് നോക്കാം, എങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ നോക്കാം ഇതെങ്ങനെയൊക്കെ ആയി വരുമെന്ന് നോക്കാം. നമുക്ക് ഫോട്ടോയിൽ കാണുന്ന പോലെ ആക്കിയെടുക്കാൻ ശ്രമിക്കാം. ഇത് കണ്ടോ, ഇതിൽ കറക്റ്റായിട്ട് അത് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതന്നെ സംഭവം തന്നെ. 4 കാലും വെച്ച് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് അതിൻ്റെ ആ ഒരു ഹോളിൽ അറ്റാച്ച് ആവുന്നുണ്ട്. അത്യാവശ്യം സ്ട്രോങ് ആണ്. പ്ലാസ്റ്റിക് ആണെങ്കിലും അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ഉള്ള ഐറ്റമാണ്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഓരോന്നും നമുക്ക് എടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാവും. കണ്ടോ, ഇത് ആ ഹോളും ഈ ഹോളും കൂടി നമുക്ക് ജോയിൻ ചെയ്ത് വെച്ചാൽ ഇത് കണ്ടോ അതിൻ്റെ ഒരു പുറന്തോട് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമായിട്ടുണ്ട്.
ജസ്റ്റ് പ്രസ് ചെയ്താൽ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് അറ്റാച്ച് ആവുന്നുണ്ട്. നല്ല ആടുന്നൊന്നുമില്ല, നല്ല സ്ട്രോങ് ആണ് സംഭവം. അപ്പോൾ ഈ കാലപ്പോൾ അതിനുള്ളതാണ്. ഇപ്പം ഇത് കണ്ടോ, ഇത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഒരു 4 എണ്ണം ഉണ്ട്. ഇതെനിക്ക് മിക്കവാറും തോന്നുന്നത് അതിൻ്റെ ഏറ്റവും അടിയിൽ വെക്കാൻ, ഇപ്പം നമ്മൾ ഫ്ലോറുമായിട്ട് നിൽക്കുമ്പോൾ കുറച്ചൊന്ന് ഹൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഏറ്റവും ഫ്ലോറുമായിട്ടുള്ള ആ ഒരു കാലാന്ന് തോന്നുന്നു. ഈ പ്രൊഡക്റ്റിൻ്റെ 4 കാല് അത് നമുക്ക് പ്രൊഡക്റ്റ് വെക്കുമ്പോൾ മനസ്സിലാകും, ഉണ്ടാക്കി വരുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അത് ഞാൻ ഓരോന്നായിട്ട് ഫിറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പം ഞാൻ ഒന്ന് വെച്ച് അതിൻ്റെ മേലെ രണ്ടാമത്തെ ഒരു പോർഷൻ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര 4 കാല് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റബ്ബർ ബാൻഡൊക്കെ എടുത്ത് വയ്ക്കാം, പിന്നെ എന്തെങ്കിലും ആവശ്യം വരും. അപ്പോൾ 4 എണ്ണം വെച്ചു. ഇനി നമുക്കതിൻ്റെ ആ ഒരു ബോർഡർ അടുത്തത് വെച്ചാൽ കണ്ടോ സംഭവം സെറ്റാണ്. ഈ 4 എണ്ണത്തിൽ ആണ് അത് താങ്ങി നിൽക്കുന്നത്. അപ്പം ഇനി അടുത്ത ആ ഒരു ബോർഡർ വെച്ചാൽ ഇതിലേക്ക് പെട്ടെന്ന് സെറ്റാകും. അതിൻ്റെ ആ ഹോളിൽ വെച്ച് ജസ്റ്റ് ഒരു പ്രഷർ കൊടുത്താൽ മതി, അപ്പോൾ തന്നെ അത് ലോക്കാവുന്നുണ്ട്. അപ്പം ഞാനിത് ഓരോന്നായിട്ട് പെട്ടെന്നൊന്ന് യോജിപ്പിച്ച് കാണിച്ചു തരാം. അപ്പം അത് ഏകദേശം ഒരു ഹൈറ്റിൽ ഇപ്പം ഞാനിതെല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതും കൂടി റെഡി ആക്കിയിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് ലാസ്റ്റ് പീസ്. അപ്പോൾ ഇത് അതിൻ്റെ മേലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. അതിൻ്റെ ഒരു സ്കെൽട്ടനൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് പീസും കൂടിയും വെച്ചു. അങ്ങനെ ഹോളിലേക്കൊക്കെ കറക്റ്റ് പ്രസ് ചെയ്ത് കൊടുത്ത് നിന്നിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. അതാണ് എനിക്ക് പ്രൊഡക്റ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പ്ലാസ്റ്റിക് ആണെങ്കിലും അത്യാവശ്യം ബലമുണ്ട്. അപ്പം ഇനി ലാസ്റ്റ് നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രേ ആയിരിക്കും ഏറ്റവും ടോപ്പ് പോർഷനിൽ വരിക. അപ്പം ഈ 4 ഹോളിലേക്ക് നമുക്ക് വെച്ച് അതൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. പക്ഷെ എന്തോ ഇവിടെ ഒരു തകരാറ് പോലെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആ കാല് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് കാല് ഒരു ബണ്ടിലും കൂടി ബാക്കിയുണ്ടായിരുന്നു. 4 കാലും കൂടി വെച്ചാലാണ് അത് കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഞാനത് വെക്കട്ടെ. ഞാൻ ഹോളിലേക്ക് വെച്ചു. ഞാനിത് മറന്നു പോയതാണ്. ഇതും കൂടി വെച്ചാലാണ് അത് കറക്റ്റാവുക. ഇനി നമുക്ക് ആ ട്രേ എടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ചാൽ സംഭവം കംപ്ലീറ്റഡ് ആണ്. ഈ ഒരു ഹൈറ്റിലായിട്ടുണ്ട്. നമുക്ക് ട്രേ എടുക്കാം, എന്നിട്ട് ഇതിൻ്റെ മേലെ പ്രസ് ചെയ്ത് ജോയിൻ ചെയ്യാം. കറക്റ്റ് ഹോള് നോക്കി വെച്ചിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു പ്രഷർ കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് അതിന് സ്യൂട്ടായിട്ട് ഇരുന്നോളും. കണ്ട, അപ്പോൾ ഇതാണ് അതിൻ്റെ ടോപ്പ് പോർഷൻ, ഹെഡ് പോർഷൻ. ഈ ഒരു ഹൈറ്റിലുണ്ട്. 1 2 3 4 5 6 7 8 ഒരു 8 അടിയുണ്ട്. അപ്പോൾ ഈ താഴെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കാലുകൾ വെക്കണ്ടേ, കാരണം ഫ്ലോറുമായിട്ട് തൊടുന്ന ഭാഗത്തിന് അതിന് വേണ്ടിയാണ് ഈ കാലുകളുള്ളത്. അപ്പോൾ നമുക്ക് ഈ കാലുകൾ ഏറ്റവും അടിഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെച്ചിട്ട് ഈ കാല് അതിൻ്റെ ആ ഒരു ജോയിൻ ചെയ്യുന്ന ഭാഗമുണ്ട്, അവിടേക്ക് കൊടുത്ത് പ്രസ് ചെയ്ത് കൊടുത്തു. അങ്ങനെ 3 എണ്ണം ബാക്കി 3 എണ്ണം കൂടി വെച്ച് കൊടുത്താൽ ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിടുകയാണ്. നിങ്ങൾക്ക് കാണാൻ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മറിച്ചിട്ട് കാണിച്ചുതരാം. അവിടെ വെക്കുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ അത് കുട്ടിക്ക് 4 കാലുകളായിട്ടുണ്ട്. 4 കാലുള്ള കുട്ടിയായി. സൂപ്പർ. നമുക്കിതെടുത്ത് മാറ്റാം. ഇനിയാണ് മെയിൻ പരിപാടി. നമുക്ക് ബോക്സ് വെക്കണ്ടേ, നമുക്ക് വലിക്കുന്ന ആ ഒരു ഡ്രോയർ സംതിങ് സാധനം വെക്കണം. അപ്പോൾ ഇതും കൂടി വെച്ചാൽ അതിന് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്കിത് ഫസ്റ്റത്തെ അതിലൊന്ന് വെച്ച് നോക്കാം. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ ഇത് കറക്റ്റായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. അടിപൊളിയായിട്ട് കയറി വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാം വെച്ച് കൊടുക്കാം. ഞാൻ മേലെ നിന്നാണ് വെച്ച് വരുന്നത്. താഴേക്ക് പോയി നോക്കാം. അങ്ങനെ ഓരോന്ന് രണ്ടാമത്തത് വെച്ചിട്ടുണ്ട്.
അങ്ങനെ നമുക്ക് എല്ലാ ബോക്സും വെച്ച് നോക്കാം. ലാസ്റ്റ് ബോക്സും കൂടി അടിയിൽ വെച്ച് കഴിഞ്ഞാൽ സംഭവം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മേലേക്ക് മേലെയുള്ള ഒരു ഡ്രോയർ ഓർഗനൈസർ. അപ്പം എല്ലാം വെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ഓരോന്ന് വലിച്ച് നോക്കാം. ഈസി ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഐറ്റംസൊക്കെ ഇതിൽ വെച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യുന്നതാണ്. വേണമെങ്കിൽ ഇത് ഓരോന്ന് നമുക്ക് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് നമുക്ക് അതിൽ നമ്മുടെ ഐറ്റംസ് വെച്ചതിന് ശേഷം അതിലേക്ക് കയറ്റി വെക്കുകയും ചെയ്യാം. അപ്പം ഞാൻ ഇതിൽ എൻ്റെ ഡ്രസ്സുകളാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചെറിയ ചെറിയ ടീഷർട്ട്സാണ് വെച്ചത്. അത്യാവശ്യം ഒരു 8-9 സാധനങ്ങൾ വെച്ച് ചെറിയ സ്കാർഫും അങ്ങനെയൊക്കെ വെച്ചാൽ ഇത് ഫില്ലാവുന്നതാണ്. നമുക്കിത് വെച്ച് നോക്കാം, കയറുമോ എന്ന് നോക്കാം. അത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്ന സാഹചര്യത്തിൽ ഞാൻ കുറച്ച് ഡ്രസ്സ് എടുത്ത് മാറ്റാമെന്ന് വിചാരിക്കുകയാണ്. കുറച്ച് ഞാനതെടുത്ത് മാറ്റി ഒന്ന് അമർത്തി ഒന്നുകൂടി അത് വെച്ച് നോക്കാം. കാരണം ഓവർ വെയിറ്റ് കൊടുക്കണ്ട. കാരണം ചിലപ്പോൾ അതിൻ്റെ വെയിറ്റ് ഇതിന് പറ്റിയിട്ടില്ലെങ്കിൽ, മാക്സിമം വെയിറ്റ് പറ്റിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ ഒന്നും കൂടി അതിലേക്കൊന്ന് വെച്ച് നോക്കാണ്. അപ്പോൾ അത് സിമ്പിളായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കങ്ങനെ ഓരോ ബോക്സിലും വെച്ചിട്ട് നമുക്ക് ഐറ്റംസ് വെച്ചിട്ട് സെക്യൂറായിട്ട് വെക്കാവുന്നതാണ്. ഓരോ അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ അതിൽ വെച്ച് നമുക്ക് നന്നായി ഓർഗനൈസ് ചെയ്തിട്ട് പെട്ടെന്ന് എടുക്കാവുന്ന ഒരു ഇതിൽ നമുക്ക് പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഞാൻ ഇത്രയും ഡ്രസ്സ് വെച്ചിട്ടും നമുക്കൊന്ന് പ്രസ് ചെയ്ത് അടച്ചാൽ അത് സിമ്പിളായിട്ട് അടയ്ക്കാൻ പറ്റും. ഞാനപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഡ്രോയറിലും എൻ്റെ ഡ്രസ്സൊക്കെ വെച്ചിട്ട് അത് അടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.